ഹായ്, ഹലോ. ഇന്നേ ഞാനൊരു സ്പെഷ്യൽ സ്ഥലത്തേക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇതേ മഴുവഞ്ചേരിയിലെ പെരുമല എന്ന് പറയുന്ന ഒരു സ്ഥലം കേട്ടോ. അപ്പൊ അതിന്റെ എൻട്രൻസ് ഞാൻ കടന്നു. ഇനി ഒരു മലയാണ്. ഞാൻ ചെറുപ്പത്തിലൊക്കെ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട് ഇവിടെ. മമ്മിയോടൊക്കെ വാശി പിടിച്ചിട്ട് മമ്മി എല്ലാവരും പോകുന്നുണ്ട്, മമ്മി എന്നെയും കൊണ്ട് എനിക്കും പോകണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചിട്ടൊക്കെ വരാറുണ്ട്. ശിവരാത്രിയൊക്കെ ഭയങ്കര ആഘോഷം കേട്ടോ ഇവിടെ. നമ്മള് കേറിക്കൊണ്ടിരിക്കട്ടാ. അതിന് മുകളിൽ എത്തിക്കഴിഞ്ഞാല് നല്ല ബ്യൂട്ടിയാണ് കാണാൻ വേണ്ടിട്ട്. അപ്പൊ നമ്മളവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. നല്ല കഷ്ടപ്പാടുണ്ട് കേട്ടോ കയറാൻ. അറിയില്ല, പണ്ടൊക്കെ നല്ല തിരക്കായിരുന്നു. ഇതിപ്പോ ആരും ഇല്ലാത്തൊരു ടൈമിനാണ് ഞങ്ങള് വരണേ. കാണിച്ചു തരാം. അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കേറിക്കൊണ്ടിരിക്കാണ് കേട്ടാ. കഷ്ടപ്പാടുണ്ടോന്ന് ചോദിച്ചാ ഇവിടെ വരെ വലിയ കഷ്ടപ്പാടൊന്നുമില്ല. ഇനി നമുക്ക് അവിടെ കേറുമ്പോ ഒരു ഹാൻഡ് റീലൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ കേറാന്നൊക്കെ വിചാരിക്കണം. ഇവിടെ എനിക്ക് ഇത്തിരി കഷ്ടപ്പാടാണ് ഗൈസ്, അതുകൊണ്ട് ഞാൻ നിർത്താണ്. ബ്രീത്ത് എടുക്കാൻ കുറച്ച് കഷ്ടപ്പാടുണ്ട്. നമ്മള് പിള്ളേരൊക്കെ നല്ല ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്. കുടു ഹായ് പറഞ്ഞേ. അയ്യോ ഹായ് ഗൈസ്. ഇവിടെ നിന്ന് ഇങ്ങനെ കേറി വന്നു. നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകൾ കണ്ടു. അവിടേക്ക് എത്താനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്റെ കൂടെയുള്ളവരൊക്കെ കുറച്ച് മുന്നേ കയറി പോയിട്ടുണ്ട്. ഞാനൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്തിരുന്നു. അപ്പൊ ഈ സ്ഥലം ഒന്ന് കാണിച്ചു കൊടുത്തേ. നല്ല ഭംഗിയുണ്ട് അല്ലേ അവിടെയൊക്കെ കാണാൻ വേണ്ടി. കുറെ പരിചയമുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ എല്ലാവർക്കും അല്ലേ. നല്ല ഭംഗിയുണ്ട് അല്ലേ സ്ഥലങ്ങള്. അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ഞാൻ പതുക്കെ കേറിക്കൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ ഇതിന്റെ മേലെ എത്തിന്ന് പറഞ്ഞല്ലോ. ഒന്നും പറയാനില്ല. ആരെങ്കിലും ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് വന്ന് വിസിറ്റ് ചെയ്യണം അല്ലെ ഈ സ്ഥലം. നല്ല അടിപൊളിയാണ്. അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാം. ഈവനിങ് ആവുമ്പോ സൺസെറ്റ് ഒക്കെ കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് ഇവിടെ. അപ്പൊ നമ്മളിങ്ങനെ അരിച്ചരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ക്യാമറാമാൻ വരും. അപ്പൊ ഇറങ്ങാൻ പറ്റുമോ ഇത് കൂടെ? നമ്മള് താഴത്തേക്കാണ് ഇറങ്ങുന്നത് കേട്ടോ. ഒരു രക്ഷയില്ല ഗൈസ്. നമ്മൾ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങിയപ്പോ ദേ ബാക്കിലത്തെ വ്യൂ നോക്ക്. ഒന്ന് കാണിച്ചെടുത്ത ബാക്കിലെ വ്യൂ. അപ്പൊ എല്ലാവരും മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ഇവിടെ വന്ന് ഈ സ്ഥലം ഒന്ന് കാണാം. മഴുവഞ്ചേരിയിലെ പെരുമല എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടത്. ഒരുപാട് പേര് അങ്ങനെ ഞാനും കുടു ഒക്കെ ഇവിടെ ഒരു സീറ്റിംഗ് ആയി. എല്ലാവരും ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിട്ട് അല്ലേ. കുടു ഹായ് പറഞ്ഞേ. കുടു അപ്പൊ നമ്മളിങ്ങനെ റെസ്റ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. നല്ല വെയിലുണ്ട്, പക്ഷെ ചൂടില്ല കേട്ടോ. നല്ല സുഖമുണ്ട് ഇവിടെ ഇരിക്കാൻ വേണ്ടിട്ട്. ഇതിങ്ങനെ ഇരുന്നിട്ടാണ് വ്യൂ. നമ്മളൊരു സ്ഥലത്ത് ഇരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇങ്ങനെ 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 വ്യൂ. പെരുമലയുടെ മുകളിലെത്തിയപ്പോഴേ കൊറേ വംശനാശം വന്ന് പെട്ട ഈ തുമ്പപ്പൂവൊക്കെ നമുക്ക് കാണാൻ പറ്റിട്ടോ. അത് ഈ മലയുടെ ഏറ്റവും മുകളിലാട്ടോ ഈ പൂവ്. കണ്ട തുമ്പപ്പൂവ് കാണാത്തവര് കണ്ടോട്ടെ. ഓണത്തിന് കുറെ പേര് ഇത് മിസ് ചെയ്തിട്ടുണ്ടാവും. പറയൊക്കെ ചെയ്യല്ലോ അവര്, എന്തെന്ന് ഞങ്ങള് പണ്ടുകാലത്ത് തുമ്പപ്പൂവൊക്കെ ഇട്ടിട്ടാണ് പൂക്കളം ഉണ്ടാക്കിയിരുന്നേ എന്നൊക്കെ പറയും. പക്ഷെ ഇപ്പൊ അത് കിട്ടാനില്ല. പക്ഷെ ഈ മലയുടെ മുകളിൽ കയറിയപ്പോ ദാ ഇവിടെ ഒരു തുമ്പപ്പൂ കാണുന്നുണ്ട്. അപ്പൊ അതേ നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് വിചാരിച്ചു. ഓക്കേ. അയ്യോ, ഇവിടെ കുറെ പേരവിടെ അവിടെ ഇവിടേക്ക് ആയിട്ട് എത്തിയിട്ടുണ്ട്. ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടാണ് കേട്ടോ നമ്മൾ കേറിക്കൊണ്ടിരിക്കുന്നത്. കേറുന്നു ഇറങ്ങുന്നു. നമ്മളൊന്നും ഇങ്ങനെ വന്നിട്ടില്ല ഈ ഭാഗത്തേക്ക്. പക്ഷെ ഇവിടെ ആൾക്കാർ ആരും ഇല്ലാത്ത കാരണം ഇത്തിരി ഫ്രീ ആയിട്ട് നമുക്കൊക്കെ നടക്കാൻ പറ്റി. ബഹളമൊന്നുമില്ലല്ലോ. അങ്ങനെ ഓരോരുത്തരങ്ങനെ കേറി പോകുന്നുണ്ട്. ഒരാളിത് അവിടെ എത്തി. ചിന്നു ഹായ് പറയ്. ചിന്നു അവിടെ ഓടി കളിച്ചോണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ആടുകൾ അയച്ചിട്ടേക്കാളും വലത്തായിട്ട് ഇവിടെ എല്ലാവരും ആടുകളുടെ പോലെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. Okay.
കഴിഞ്ഞാല് നമുക്ക് കാണുന്ന ഒരു അമ്പലമാണ് കേട്ടോ ഇത്. ഇവിടെ ശിവരാത്രിക്ക് ഭയങ്കര ആഘോഷമാണ്. ശിവന്റെ പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. നമുക്കൊക്കെ വിശ്വാസം ഉണ്ട് കേട്ടോ. എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ വീടിന്റെ അടുത്തായ കാരണം ഇത് എല്ലാവരും പറഞ്ഞ് കേട്ടിട്ട് നമുക്കും ശിവനെ കുറച്ച് ഇഷ്ടമൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പൊ അതെ ഇതാണ് അമ്പലം. ഇപ്പൊ അടച്ചിട്ടിരിക്കുകയാണ്, ആരുമില്ല. നമ്മുടെ ശിവരാത്രി ഒക്കെ കഴിഞ്ഞാൽ ഇവിടെ നിറയെ ആൾക്കാരും ബഹളവും ഒക്കെ ആയിരിക്കും. അപ്പൊ ഇനി വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. എല്ലാവരും ഈ വീഡിയോ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യുക. ഇവിടെ നല്ല അടിപൊളി പ്രകൃതി രമണീയമായ സ്ഥലമാണ്. കുറെ സ്ഥലങ്ങളൊക്കെ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും, തൃശ്ശൂരിന്റെ കുറെ ഭാഗങ്ങളൊക്കെ. അപ്പൊ ഓക്കെ ബൈ. ിലുണ്ടല്ലോ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാല് ശോഭ, പുത്തമ്പള്ളി, അങ്ങനെ കുറെ സ്ഥലങ്ങൾ കാണാൻ പറ്റും. കാണാൻ എത്രമാത്രം വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. പക്ഷെ ഇവിടെ ഇരുന്നാ തൃശ്ശൂര് മൊത്തം കാണാൻ പറ്റും. ശോഭയൊക്കെ കാണാനുണ്ട്. അവിടെ ഒരു വെള്ള കളറിൽ കാണാനുണ്ട് ശോഭയൊക്കെ. അപ്പൊ നമ്മൾ ഇറങ്ങാട്ടോ. ഇറങ്ങുന്ന ഒരു കാഴ്ച കാണിച്ചു തന്നത്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലെ ഈ വീഡിയോ ഷെയർ ചെയ്യണം. കാരണം ഇത് മഴുവഞ്ചേരി പെരുമല എന്ന് പറയുന്ന സ്ഥലമാണ്. എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്തിട്ട് എല്ലാവരും ഒന്ന് കണ്ടിരിക്കേണ്ട സ്ഥലമാണ് കേട്ടോ. നമ്മൾ കുറേ സ്ഥലങ്ങള് വിദേശങ്ങളും അതുപോലെ പല സ്ഥലങ്ങളും തെണ്ടി തിരിഞ്ഞ് നമ്മൾ ഓരോ സ്ഥലത്തേക്ക് കാണാൻ പോകും. ഇത്രയും പ്രകൃതി രമണീയമായ സ്ഥലം തൃശ്ശൂർ ജില്ലയിൽ ഉണ്ട് എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇട്ടത്. അപ്പൊ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഓക്കെ ബൈ.